പ്രവൃത്തികൾ 4-ാം അധ്യായം എടുക്കുക. 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ 30-31 വരെ എടുത്തോടാൻ പ്രവൃത്തികൾ 4-ാം അധ്യായം 30-31 വരെ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ചേർന്ന് പറയാമോ? ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടു കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. നമ്മള് അപ്പോസ്തലപ്രവൃത്തി ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യേശുവിന് ശേഷം യേശുവിന്റെ ശിഷ്യന്മാരെ നിങ്ങൾ ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി. അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് ഇവിടെ എഴുതി. ആ പുസ്തകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം യേശുവിനെക്കാളും എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരാണ് അത്ഭുതങ്ങൾ ചെയ്തത്. ഹല്ലേലൂയ. ഇവിടെ കണ്ടോ, ഇവിടെ പറയുന്നു, നമ്മള് കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ് പത്രോസ് യോഹന്നാനും പിറവിയിലെ മുടന്തനായ 40 വയസ്സുള്ള മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. അന്ന് മുതൽ എന്ത് തുടങ്ങി? പ്രശ്നങ്ങൾ തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾ അവസാന ഭാഗത്ത് കഴിഞ്ഞ പറഞ്ഞാണ്. ഹല്ലേലൂയ. ഇവരെ ജയിലിൽ പിടിച്ചിട്ട് അടിയെ കൊടുത്ത് എന്ത് ചെയ്ത് ഇവരെ തുറന്നു വിട്ടു. ഹല്ലേലൂയ. അങ്ങനെ തുറന്നു വിട്ടിട്ട് ഇവര് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഇവരെന്ത് ചെയ്യാണ്? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അവരെ അടിച്ചു ജയിലിൽ കൊണ്ടിട്ട് തിരിച്ച് വഴക്കൂടാൻ പോയോ? പ്രശ്നം ഉണ്ടാക്കാൻ പോയോ? ഇവർക്ക് വേണമെങ്കിൽ ഇപ്പൊ 4500 പേരായി ഇപ്പോ അവരെ കൂടെ. അവർക്ക് ഈ 4500 പേര് സമരം വിളിക്കായിരുന്നു അല്ലേ? നമ്മളൊക്കെ പോയി സമരം വിളിക്കാൻ പോകും. ഹല്ലേലൂയ. പ്രതിഷേധം അറിയിക്കും, അല്ലെ റാലിയൊക്കെ നടത്തും. പക്ഷെ അവർ അതിനൊന്നും അല്ല പോയത്. അവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു വഴക്കിനോ ഒരു പ്രശ്നത്തിനോ തിരിച്ചൊന്ന് പറയാനോ പോയില്ല. അവരെന്ത് ചെയ്തു? അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കണ്ടോ, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥിക്കുകയാണ്. ജാതികൾ കലഹിക്കുന്നതും. അതിന്റെ 23-ാമത്തെ വചനമല്ല. വിട്ടേച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു. നിങ്ങള് പ്രശ്നം വരുമ്പോൾ പിറുപിറുക്കാതെ ദൈവത്തോട് നിലവിളിക്കൂ. നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറാണോ? പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ കൂട്ടുകാരെല്ലായിടത്തും പോയി പറഞ്ഞിട്ട് അവരെല്ലാരും ഒരുമിച്ച് കൂടി ഇവിടെ പറയുന്നു, ഒരു മനസ്സോടെ ദൈവത്തോട് നിലവിളിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഒരാൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തിരിച്ച് പ്രശ്നത്തിന് പോകാതെ നിങ്ങൾ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറായാൽ സ്വർഗ്ഗം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മൾ പകുതി മനസ്സോടിരിക്കും. എനിക്ക് ഒരു വയറുവേദന വന്നു, വേറെ സഹിക്കാൻ വയ്യ, ഗുളിക കഴിക്കണോ ഡോക്ടർ അടുത്ത് പോകണം? ചിന്തിക്കും, ഗുളിക കഴിക്കാൻ ഡോക്ടർ അടുത്ത് പോകണം എന്ന മനസ്സോട് ഇരുന്ന ഒന്നും നടക്കത്തില്ല. പക്ഷേ പറയേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എന്റെ യേശു എന്നെ സൗഖ്യമാക്കാൻ പറ്റും.
എന്റെ യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഡോക്ടറെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കാതെ നമ്മൾ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ സെക്കൻഡ് ദൈവം സൗഖ്യം. ദാസമ്മനെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ ഞാൻ വീട്ടിൽ പോയിട്ട് എനിക്ക് നടക്കാൻ വയ്യ, റൂമിന്ന് പുറത്തിറങ്ങാൻ വയ്യ. നല്ല വിഷമത്തോടെ പറഞ്ഞു, അയ്യോ റൂമിന്ന് പുറത്തിറങ്ങാൻ വയ്യ, ഞാനാണ് അടുക്കള പോയി ആഹാരമെല്ലാം ഉണ്ടാക്കി അവക്കൊണ്ട് കൊടുക്കുന്നത്. ഹാലേലൂയ. എനിക്ക് വല്ലാതെ വിഷമം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പോയ ആളിന് കാലിന് പ്രശ്നം. ഹാലേലൂയ. ഞാൻ ദൈവത്തോട് നമ്മളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സന്തോഷത്തോടെ എന്ത് ചെയ്തു, ഇവിടെ വന്ന് ഞാൻ രാവിലെ വിളിച്ചു, ഞങ്ങൾ ആന്റിക്ക് എങ്ങനെയുണ്ട്? നല്ല സുഖം, വേറെ കുഴപ്പമില്ല, അടുക്കളയിലൊക്കെ പോയെന്ന് പറഞ്ഞു. ഹാലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ പറയാം, അതേപോലെ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് നിങ്ങൾ ജയാളിയായി മാറണം. ഹാലേലൂയ. നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് നിങ്ങൾ തന്നെ ജയാളിയായി മാറണം. നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കണം, എന്റെ ഭർത്താവ് അധ്വാനിച്ചുകൊണ്ട് വരുന്ന ഒരു ചില്ലി ക്യാഷ് ഡോക്ടർക്ക് കൊടുക്കത്തില്ല. പറയണം, ദൈവത്തിന് ഇങ്ങനെ ഞങ്ങൾ പറയുന്ന കാര്യം ഇതാണ്, ഞങ്ങൾ അധ്വാനിക്കുന്ന ഞങ്ങളിൽ വരുന്ന ഒരു ചില്ലി ക്യാഷും ഡോക്ടറിന് കൊടുക്കാനോ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കാനോ ഉള്ളതല്ല. പിന്നെ എന്ത് ചെയ്യും? ആ പൈസ നമ്മൾ ദൈവത്തിന്റെ വേല ചെയ്യും. നിങ്ങൾ പറയണം, എനിക്ക് കിട്ടുന്ന പൈസ എന്റെ ഭർത്താവ് വരുന്ന പൈസ ഡോക്ടർക്ക് കൊടുക്കാനുള്ളത് അല്ല. പറ, ഇന്ന് പറയണം, നിങ്ങൾ പറയണം, പറ, എന്റെ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ അല്ലെ എന്റെ കയ്യിൽ വരുന്ന പൈസ അത് ഡോക്ടർക്ക് കൊടുക്കാനുള്ളതല്ല, അത് മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കാനുള്ളതല്ല. ഹല്ലേലൂയ. ആ കർത്താവേ, എന്റെ ഒരു ചില്ലി കേശം അനാഥമായി പോകരുത്. പറ, എന്റെ ഒരു ചില്ലി കേശം അനാവശ്യമായി ഒരിടത്തും പോകരുത്. നിങ്ങൾ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ദൈവത്തിന് അവിടെ പറഞ്ഞ വാക്ക് കേട്ടോ, അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെയോ അവർ ദൈവത്തോട് നിലവിളിച്ചു. നിങ്ങൾ നിലവിളിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുന്നത് വേറെ, നിലവിളിക്കുന്നത് വേറെ, രണ്ടും രണ്ടാണ്. പ്രാർത്ഥന വേറെ, പ്രാർത്ഥന സാധാരണ. പക്ഷെ നിലവിളി അങ്ങനെയില്ല. ഉള്ളിൽ നിന്ന് വേദനയോടെ ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കുകയാണ്. വേറെ രക്ഷയില്ല. അവർക്കിന് വേറെ പോയി പറയാൻ പറ്റത്തില്ല. അവരെ സഹായിക്കാൻ വേറെ ആരുമില്ല. അവരെ സഹായിക്കാൻ ദൈവം മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിട്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഇതേപോലെ നിങ്ങളും ദൈവത്തോട് നിലവിളിക്കണം. പ്രാർത്ഥനയല്ല, നിലവിളി ഉയരണം നിങ്ങളെ വീട്ടിന്റെ അകത്തുനിന്ന്. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളെ വീട്ടിന്റെ അകത്തുനിന്ന് നിലവിളി ഉയർന്നാൽ ദൈവം ഇറങ്ങി അതിന് മറുപടി തരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന സാധാരണ. പക്ഷെ ഇവിടെ പറയുന്നു, അവർ നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഹൃദയം പൊട്ടി അവർ ദൈവത്തിൽ കരയാൻ തുടങ്ങി, അവർ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിച്ചപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഇവിടെ വായിക്കാം വേദഭാഗം. ഹല്ലേലൂയ. അവർ നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയുള്ള സകലം ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നത്, വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നതും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷിക്തന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നത് എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്നതിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസും പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനമേ ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം. ഇപ്പോഴും കർത്താവയുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഹല്ലേലൂയ. അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് ആരാണ്? അവിടുത്തെ രാജാക്കന്മാർ
മെത്രാന്മാരും അധിപതികളും ബിഷപ്പും പള്ളിയിലെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഇവർ തകർക്കാൻ വേണ്ടി കൂട്ടുകെട്ടുണ്ടാക്കി. ഹല്ലേലൂയ. പക്ഷേ അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഇവരോട് യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല, ഇവരോട് പോരാടി ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. കർത്താവേ, നീ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യണം. കർത്താവേ, നീ ഒരു മനുഷ്യനെ സൗഖ്യമാക്കി, അതാണ് കാരണം. നീ സൗഖ്യമാക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്തു? അത് ദൈവത്തോട് നിലവിളിക്കുകയാണ്. അടുത്ത് പറയുന്നു, പൂർണ്ണ ധൈര്യത്തോടെ നിന്റെ വചനം പ്രസ്താവിപ്പാ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പറഞ്ഞ് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥന ചില മണിക്കൂറുകൾ നീണ്ടു. പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥാനത്ത് കുലുക്കം. ഹല്ലേലൂയ. എന്റെ ദൈവം മുറിക്കാതെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ മാളിക മുറിക്കാതെ അന്തിയിലും എന്റെ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവർ കൂടിയിരുന്ന സ്ഥലം മുഴുവനും കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും കാണാൻ കഴിയും. അവിടെ ദൈവം ഇറങ്ങി വന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ മുട്ടുമേൽ നിൽക്കാൻ തയ്യാറായാൽ, നിങ്ങൾ നിലവിളിക്കാൻ തയ്യാറായാൽ, എന്റെ ദൈവം നിങ്ങളെ വീട്ടിന്റെ അകത്ത് ഇറങ്ങി വരും. ഹല്ലേലൂയ. നിങ്ങൾ അവിടെ ഇവിടെ ഓടി നടക്കേണ്ട. നിങ്ങൾ വീട്ടിന്റെ അകത്ത് മുട്ടുമേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ദൈവം അവിടെ ഇറങ്ങി വന്നിരിക്കാം. അവിടെ ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. മനസ്സിലാകുന്നു. ഹല്ലേലൂയ. അവിടെ എഴുതി വെച്ച് അവർ കൂടിയിരുന്ന പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങി. കൂടിയിരുന്ന പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങി. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ കൂടിയിരുന്ന എല്ലാവരും വീണ്ടും എന്ത് ചെയ്യാണ്? പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെടുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ അവർ നിറയുകയാണ്. ഹല്ലേലൂയ. അടുത്ത വചനം എഴുതി വെച്ചിരിക്കുന്നു, അവർക്ക് ദൈവം ധൈര്യത്തെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. പേടിച്ച് വിഷമിച്ച് ഇനി അടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇനി യേശുവിനെ പ്രസംഗിക്കാൻ പറ്റത്തില്ലല്ലോ, ഞങ്ങൾ പ്രസംഗിച്ചാൽ അവർ പിടിച്ച് ജയിലിലാക്കുമല്ലോ എന്ന് പറഞ്ഞ് ഭയപ്പെട്ടിരുന്ന അവിടെ ദൈവത്തിന്റെ ധൈര്യത്തെ ദൈവം പകർന്നു കൊടുത്തു. ഹല്ലേലൂയ. അടുത്തവിടെ എഴുതി വെച്ചിരിക്കുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് അവർ പൂർണ്ണ ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. നിങ്ങളെ വീട്ടിന്റെ അകത്ത് ദൈവം ഇറങ്ങാം. നിങ്ങളെ വീടുകൾ കുലുങ്ങും. ഹല്ലേലൂയ. നിങ്ങളെ കുറിക്കാൻ ദൈവം ഇറങ്ങാം. ദൈവം നിങ്ങളെ കുറിക്കാതെ പരിശുദ്ധാത്മാവിനാൽ അവൻ അഭിഷേകം ചെയ്യും. നിങ്ങളവ ധൈര്യപ്പെടുത്തും. മനസ്സിലാകുന്നു. നിങ്ങളെ വീട്ടിന്റെ അകത്ത് ദൈവം ഇറങ്ങി വരുമെന്ന്. നിങ്ങളെ വീട്ടിന്റെ അകത്ത് ദൈവം ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ മാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ മാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ മണിക്കൂറുകൾ ബൈബിൾ വായിക്കും. മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. ബൈബിൾ വായിക്കാൻ അറിഞ്ഞിടത്ത് എന്ത് ചെയ്യണം? ബൈബിൾ ഒരു പായെടുക്കണം. നിങ്ങളുടെ സാധനം ഒരു പായെടുക്കണം. ബൈബിൾ നിങ്ങൾ തുറന്നു വയ്ക്കണം. എന്ത് ചെയ്യണം? അതിന് മുട്ടുമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ ബൈബിൾ വായിക്കാതെ എന്ത് ചെയ്യണം? ബൈബിൾ തുറന്ന് വായിക്കണം. വായിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം നിങ്ങളെ മുറിക്കാത്ത ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും നിങ്ങളുടെ ബെഡ്റൂമിന്റെ അകത്ത്, പ്രാർത്ഥന മുറിക്കകത്ത് ദൈവം മറുപടി തരും. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ശിഷ്യന്മാർ ഒരുമിച്ച് ദൈവത്തോട് നിലവിളിച്ചു. അവർക്ക് ദൈവം മറുപടി കൊടുത്തു. അവർ എവിടെ ഇരുന്ന് നിലവിളിച്ചോ ആ മുറിക്കകത്ത് ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ മുറി ഇന്ന് കുലുങ്ങാൻ തുടങ്ങി. ദൈവം ഇറങ്ങി വന്നപ്പോ ദൈവം എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. വീണ്ടും ദൈവത്തിന്റെ അഭിഷേകം കൊണ്ട് നിറച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ദൈവത്തിന്റെ ധൈര്യം കൊണ്ട് ദൈവം നിറയ്ക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ വിട്ട് ഓടാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. മനസ്സിലാകുന്നു. നിങ്ങള് എല്ലാത്തിനും മറുപടി ഒന്നേ ഉള്ളൂ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം.
നിങ്ങൾ പ്രാർത്ഥിക്കണം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം, വിടരുത്, വിട്ടുമാറാതെ മണിക്കൂറുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു തുടങ്ങി നോക്ക്, ഈ ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾ കാണും. ഈ ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾ കാണും. ഹല്ലേലൂയ. ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കും. ഹല്ലേലൂയ. ദൈവമേ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എല്ലാം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ദൈവത്തിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിൽ അറിഞ്ഞറിയാവുന്ന എല്ലാ തെറ്റും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് പ്രാർത്ഥനയിൽ നിങ്ങൾ ജയാളിയായ, പ്രാർത്ഥനയിൽ ജയാളിയായ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജയാളിയായി മാറും. ഹല്ലേലൂയ. പ്രാർത്ഥന മുറിക്കാതെ ജയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് നിങ്ങൾ ജയാളിയായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ പുറത്തൊക്കെ നമ്മൾ ജയാളിയാണോ അല്ലെങ്കിൽ തീരുമാനം നമ്മുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ബെഡ്റൂമിന്റെ അകത്ത് അല്ലെങ്കിൽ പ്രാർത്ഥന മുറിക്കകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് ജയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയാണ്, നിങ്ങളെ പിന്നെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു പിശാചിനെ കൊണ്ട് പറ്റത്തില്ല. ഈ പ്രാർത്ഥനയെ നിങ്ങൾ ജയിച്ച് നിങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ, പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയെ ജയിച്ചാൽ ഒരു പിശാച് നിങ്ങളെ തോൽപ്പിക്കത്തില്ല. പ്രാർത്ഥനയെ നിങ്ങൾ ജയിച്ചാൽ ഒരു രോഗത്തിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. പ്രാർത്ഥനയെ നിങ്ങൾ ജയിച്ചാൽ ഒരു കടബാധ്യത നിങ്ങൾ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച അക്കൗണ്ട് ചെയ്ത് പൈസ വെക്കൊണ്ടിരുന്നു, ഇപ്പോഴേ പൈസ കിട്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല. ഹല്ലേലൂയ. നമ്മൾ ചിലരെ പറയൂ, ബ്രദറിനകത്ത് പാസ്ബുക്ക് എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും. ഹല്ലേലൂയ. ഞാൻ പറയാം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അനാവശ്യമായി ഒരു രൂപ പോലും ആരും എടുത്തോണ്ട് പോകത്തില്ല. അല്ലേ? ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബാങ്കിലൊക്കെ അക്കൗണ്ടിൽ 100 രൂപ വന്നാൽ 100 രൂപ എടുത്തോണ്ടു. ഇപ്പോഴേ 1 രൂപ എടുക്കാതെ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല. നിങ്ങൾ പ്രാർത്ഥന മുറിക്കാതെ പ്രാർത്ഥനയിൽ നിങ്ങൾ ജയിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു പിശാചിനെ കൊണ്ട് പറ്റത്തില്ല, ഒരു രോഗിയെ കൊണ്ട്, ഒരു രോഗത്തെ കൊണ്ട് പറ്റത്തില്ല, ഒരു കടകാലത്തെ കൊണ്ട് പറ്റത്തില്ല. എല്ലാ മേഖലകളിലും ദൈവം നിങ്ങളെ ജയിപ്പിക്കും. മനസ്സിലായോ? ദൈവം നിങ്ങളെ ജയിപ്പിക്കും. ദൈവം നിങ്ങളെ ജയാളിയാക്കി മാറ്റും. നിങ്ങൾ എന്ത് ആദ്യം ഏതിലാണ് ജയിക്കേണ്ടത്? പ്രാർത്ഥനയിൽ. പ്രാർത്ഥനയിൽ ജയിച്ചാൽ എല്ലായിടത്തും നിങ്ങൾ ജയിക്കും. കരം കൊടുത്തത് പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ ജയിച്ചാൽ എല്ലായിടത്തും ജയിക്കും. നാഥന്മാര് പറഞ്ഞു, അവരെ വിട്ടുകൊടുക്കാതെ, നമ്മൾ വിട്ടുകൊടുക്കാതെ. ഇതൊരു പോരാട്ടം. പിശാച് നമ്മൾ തമ്മിലുള്ള പോരാട്ടമാണ്. നമ്മളെ പ്രാർത്ഥിക്കാൻ പിശാച് വിട്ടുകൊടുക്കരുത്, വിടത്തില്ല. കാരണം എന്താണ്? പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ അടുക്കൽ നമ്മളെത്തും. ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങി വരും. ദൈവം നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ പിശാച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബൈബിൾ വായിച്ചാൽ നമ്മൾ ദൈവത്തോട് അടുക്കും. പക്ഷെ പിശാച് എന്ത് ചെയ്യത്തില്ല, ബൈബിളിനോട് താമസിക്കത്തില്ല. ബൈബിൾ വായിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ പിശാചിനെ ജയിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നിങ്ങൾ പിശാചിനെ ജയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് പിശാചിനെ ജയിക്കണോ? ബൈബിൾ വായിക്കാൻ, പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. മനസ്സിലാകുന്നോ? അപ്പോസ്തലന്മാര് ശക്തിയോടെ ദൈവത്തിന്റെ വേണ്ടി വേല ചെയ്യണ കാരണം എന്താണ്? അവര് തമ്മിലടിച്ച് മാറി നിൽക്കത്തില്ല. ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോ നിനക്കത് അങ്ങനെ തന്നെ വേണം എന്ന് പറയത്തില്ല. ഹല്ലേലൂയ. അവർ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളെ വീട്ടിന്റെ അകത്ത് ഒരാൾക്കൊരു പ്രശ്നം വന്നാ നിങ്ങളെ വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇതിന്റെ അകത്തിരിക്കുന്ന ഒരാൾക്കൊരു വിഷയം വന്നാ ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങുക. ഹല്ലേലൂയ. നിങ്ങൾ നിലവിളിക്കാൻ തുടങ്ങുക. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഇറങ്ങി വന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. പ്രാർത്ഥന
പ്രാർത്ഥനയെല്ലാം നിലവിളി വീട്ടിൻ്റെ അകത്തുനിന്ന് ഉയരണം. പറ നിലവിളി നിലവിളി നിലവിളി. ഹല്ലേലൂയ നിലവിളി. ഹല്ലേലൂയ. നമ്മള് സാധാരണ ബുക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കല്ലേ, ബുക്ക് നോക്കിയാണ് പ്രാർത്ഥന. പക്ഷെ ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ദൈവം ചെയ്യത്തില്ല. പക്ഷേ നമ്മളെ അതല്ല ബുക്കെല്ലാം മാറ്റിവെച്ച് നോക്കി വായനെല്ലാം മാറ്റിവെച്ച് നമ്മളെ മുട്ടുമേ നിന്ന് കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ ദൈവമേ എന്റെ അവര് പറഞ്ഞ് പ്രാർത്ഥിച്ചുണ്ടോ? രാജാക്കന്മാരും ജാതികളും ഉന്നതന്മാരും ഞങ്ങൾക്ക് വിരോധമായി വരുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ തകർക്കാൻ നിൽക്കുകയാണ്. പക്ഷെ ദൈവമേ ഞങ്ങളെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ സ്വർഗ്ഗം അവിടെ മുറിക്കകത്ത് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവിടെ മുറിക്കകത്ത് ഇറങ്ങി വന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളെ മുറിക്കകത്ത് എന്റെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ മുഖങ്ങളെ നോക്കുന്നവനല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്നവൻ. ചിരിച്ച് നടക്കുമ്പോഴും ഉള്ളിൽ അത്തുന്ന തീരുമാനമാണ് പലരും നടക്കുന്നത്. ഹല്ലേലൂയ. പുറമെ എങ്ങനെയാണ് മുഖത്ത് നിൽക്കുമ്പോൾ ആ സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്നത് കാണാം. പക്ഷേ ഉള്ളിൽ കത്തുന്ന തീയായിരിക്കാം. പക്ഷെ ഇതിന്റെ ഹൃദയത്തെ അറിയുന്ന കർത്താവ് നീ നിലവിളിക്കുമ്പോൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരും, ഇറങ്ങി വരും, ഇറങ്ങി വരാം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്നവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാറി നിൽക്കത്തില്ല. നിങ്ങൾ എപ്പോൾ നിലവിളിക്കുന്നു, എപ്പോൾ മുട്ടുമേ നിൽക്കുന്നു, ആ സെക്കൻഡിൽ തന്നെ എന്റെ ദൈവം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. നിങ്ങളെ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് മറുപടി കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അവർ മറുപടി തരും. ഞാൻ എന്താ പറയുന്നു? എല്ലാവരും കൂടിയ സ്ഥലങ്ങളിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഹല്ലേലൂയ. അടുത്ത വീണ്ടും പറഞ്ഞ് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുള്ളവരായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ അത് നിങ്ങളുടെ വിഷയമാണ്, നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ വന്ന എല്ലാവരും ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റുള്ള വിഷയം നിങ്ങളുടെ വിഷയം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് അത്ഭുതം നടക്കും. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? മറ്റൊരു കുറ്റം നമ്മൾ കണ്ടുപിടിച്ച് എന്ത് ചെയ്യും? അത് പറഞ്ഞുകൊണ്ട് നടക്കും അല്ലേ? ഹല്ലേലൂയ. അവരുടെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? ഹല്ലേലൂയ. മറ്റൊരു കുറ്റം നമ്മൾ പറയുന്നത്, അവരുടെ വീട്ടിൽ ഒരു പ്രശ്നം നടന്ന് നമ്മളത് പറഞ്ഞ് നടക്കരുത്. ഹല്ലേലൂയ. പകരം അയൽവാസിക്ക് ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ നിങ്ങൾ ഏറ്റെടുത്തോണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, അവരുടെ ഇന്ന പ്രശ്നമാണ്, നീ അവരെ അതിൽ നിന്ന് വിടിവിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങളെ വീട്ടിന്റെ അകത്ത് അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. അതിലിവിടെ പറയുന്നു, അവർ വിശ്വസിച്ചൊരു കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുള്ളവരായി. ഹല്ലേലൂയ. എങ്ങനെയാണ് ഏക ഹൃദയവും ഏക മനസ്സ്? ഇതേപോലെ ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്നവർ, നിങ്ങളൊന്ന് വേദനിച്ചാൽ ദൈവത്തിന് അറിയാം. ആ സ്പോട്ടിൽ ദൈവം ഇറങ്ങി വരും, നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വേദനയ്ക്ക് അവൻ മറുപടി തരും. ഹല്ലേലൂയ. എത്ര പേർക്ക് അറിയാം? നിങ്ങളുടെ മക്കള് ഒന്ന് വിഷമിച്ചിരുന്നാൽ നിങ്ങൾ ഓടിപ്പോയി ചോദിക്കും, മക്കളെ എന്താ വിഷമിച്ചിരിക്കുന്നത് പോയി ചോദിക്കും. അതേപോലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊന്ന് വിഷമിച്ചാൽ നിങ്ങളുടെ മുഖം ഒന്ന് വാടിയാൽ നമ്മുടെ അപ്പൻ അറിയാൻ പറ്റും. ഹല്ലേലൂയ. ആ അപ്പൻ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് അവൻ നമ്മോട് ചോദിക്കും, എന്താണ് നിനക്ക് ആവശ്യം എന്ന് പറഞ്ഞ് അവൻ നിങ്ങളോട് ചോദിച്ച് അതിന്റെ മറുപടി അവൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ആ ഒരു മേഖലയിൽ കയറണം, ആ ഒരു മേഖലയിൽ നിങ്ങൾ കയറണം. ഹല്ലേലൂയ. അയൽവാസിയുടെ ഒരു കുഞ്ഞ് വിഷമിച്ചത് നമ്മൾ ചോദിക്കാൻ പോകത്തില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ കുഞ്ഞായതുകൊണ്ട് നമുക്ക് അറിയാം, നമ്മൾ ചോദിക്കും. ഹല്ലേലൂയ. ഇതേപോലെയാണ് നമ്മളും ദൈവവും അപ്പനും മക്കളായി മാറും. അപ്പനും മക്കളായി മാറിയാലേ അപ്പൻ നമ്മുടെ കാര്യം തിരക്കത്തുള്ളൂ. അപ്പനിത് മാറി നിന്നാൽ അപ്പന് കാര്യം തിരക്കാൻ
പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ അപ്പന് നമ്മുടെ വേദനകൾ അറിയാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തിന് നിലവിളിക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി മാറണം, പ്രാർത്ഥിക്കുന്നവരായി മാറണം, പ്രാർത്ഥിക്കുന്നവരായി മാറണം. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയങ്ങൾ ചിലരെന്ത് ഓടിപ്പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും, അല്ലെ? ചിലരെന്ത് ഓടിപ്പോയി അവിടുത്തെ വലിയ ആൾക്കാരുടെ പോയി പറയും, എന്റെ വീട്ടിലെ പ്രശ്നം ഇതാണ്, ഒന്ന് പരിഹരിക്കണം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെ ഒന്നും പോട്ടെ. ആരെങ്കിലും നിങ്ങൾ മുട്ടുമേ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവം ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഈ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. എന്ത് പ്രശ്നമാണെങ്കിലും ഏത് കാര്യമാണ് നിങ്ങൾ ധൈര്യത്തോട് ഓടിപ്പോയി ദൈവത്തോട് പറയാം, മുട്ടുമേ നിന്ന് ദൈവത്തോട് നിലവിളിക്കാം. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥനയല്ല, നിങ്ങൾ നിലവിളിക്കാൻ തയ്യാറായാൽ ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥനയിൽ ജയിക്കുന്നവരാണോ? പ്രാർത്ഥനയിൽ ജയിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജയിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ജയിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ജയിക്കാൻ പറ്റും. ഈ ശരീരത്തിലെ രോഗം തൊടത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയിൽ ജയിക്കാൻ പറ്റിയ ഒരു പിശാചിനെ തൊടത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയിൽ ജയിക്കാൻ പറ്റിയ നിങ്ങളുടെ മക്കളെ ഒരു പിശാച് തൊടത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയിൽ ജയിക്കാൻ തുടങ്ങിയ നിങ്ങളുടെ ഭർത്താവ് ഒരു പിശാചിനെ തൊടത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറയാം, നമ്മള് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം, മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം, നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പോയാൽ ആ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നാൽ അവരെ പിശാച് പിടിച്ചു വെച്ചതിന് ശേഷം പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. നമ്മളെ പിടിക്കാതെ മുമ്പേ വീഴാതെ സൂക്ഷിച്ചാൽ നല്ലത്. വീണതിന് ശേഷം പിന്നെ കരകയറ്റാൻ കുറച്ച് പാടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, ഇപ്പൊ മക്കളുള്ളവർക്ക് സ്കൂളിൽ വിട്ടിട്ട് മക്കൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഭർത്താവ് ജോലിക്ക് പോയി, ഭർത്താവിന് വേണ്ടി വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തു നോക്ക്. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ വീടിന്റെ അകത്ത് ദൈവം ഇറങ്ങും, വീട് കുലുങ്ങും. ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കും. മനസ്സിലായ? ഹല്ലേലൂയ. ഈ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് മൻകാര്യങ്ങൾ ജയിക്കാൻ പറ്റും, പ്രാർത്ഥനയെ ജയിക്കാൻ പറ്റും. എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ പറ്റുന്നവരാണോ നിങ്ങൾ? എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവർക്ക് കരയെടുത്ത് പിടിക്കും. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളൊക്കെ ജയിക്കണം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആദ്യം പറയും, എനിക്കൊന്നും അറിയത്തില്ല, വായിക്കാൻ ഞാൻ താഴ്ചയില്ല. പക്ഷെ ഇപ്പോഴും സ്വന്തം ബൈബിളെ കൊണ്ടുവന്ന് നല്ല നോക്കി വായിക്കുക. ഹല്ലേലൂയ. അത് ഇത്ര കാഴ്ചയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് നേരത്തെ വായിക്കാനൊന്നും പറ്റത്തില്ല, അല്ലേ? ഇപ്പൊ നല്ല വ്യക്തമായിട്ട് വായിക്കാനും അത് നമ്മൾ അതിന്റെ പിന്നിലിരുന്ന് ബൈബിൾ വായിച്ച് ശ്രമിക്കുമ്പോഴാണ് ദൈവം കണ്ണുകളെ തുറക്കുന്നത്, വായിക്കാൻ പറ്റുന്നത്. മനുഷ്യൻ ബൈബിളില്ലേ, പ്രത്യേകിച്ച് ബൈബിൾ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി ദൈവം കണ്ണുകളെ ദൈവം തുറക്കും. ചിലക്ക് ചെറിയ അക്ഷരം കാണത്തില്ല, വായിച്ച മനസ്സിലാവത്തില്ല. പക്ഷെ നിങ്ങൾ വായിക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ എടുത്തു വെച്ച് വായിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ ബൈബിള് എന്ത് ചെയ്യണം? വായിക്കണം. ബൈബിള് വായിക്കണം. വായിച്ച് ചെറിയ കാര്യമാണ്, പക്ഷെ നിങ്ങൾ അതിനെ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ജയിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നു? ഒരു ചെറിയ കാര്യമാണ് ബൈബിൾ വായന എന്ന് പറയുന്നത്. വീട്ടിൻ്റെ അകത്ത് ബൈബിൾ തുറന്നു വയ്ക്കുക, വായിക്കുക. പക്ഷെ അതിനെ പോലെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം ജയിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വീട്ടിൽ പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ തോൽക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ തോറ്റുപോയി. നിങ്ങളുടെ മനസ്സിൽ കയറാൻ വേണ്ടി ഞാൻ പറയാം, ബൈബിൾ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തോറ്റു. ഇന്നത്തെ ദിവസം വൈകുന്നേരം ബൈബിൾ വായിക്കും, പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല, മടിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു?
കിടന്ന് ഉറങ്ങി, നിങ്ങൾ തോറ്റു. തിരിച്ചറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ തോറ്റു. ഇന്നത്തെ ദിവസം ബൈബിൾ വായിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾ തോറ്റു. അത് നാളെ ബൈബിൾ വായിക്കാൻ പറ്റില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ തോക്കുകയാണ്. അത് വീണ്ടും ബൈബിൾ വായിക്കാൻ, മറ്റൊന്നാൾ ബൈബിൾ വായിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ തോക്കുകയാണ്. നാലാം ദിവസം പിശാച് കയറി. നാലാം ദിവസം ആര് കയറും? പിശാച് കയറും. എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് പിശാച് കൊണ്ടിടും. മനസ്സിലായോ? കേട്ടാ? ബൈബിൾ വായിക്കും, വീട്ടിൽ വെറുതെ ഇരിക്കരുത്. അപ്പൊ എപ്പോഴും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. ഞാൻ നിങ്ങൾ പറയുന്നത് ചെറിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ തുടർച്ച 3 ദിവസം ബൈബിൾ വായിക്കാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറ്റിയില്ലെങ്കിൽ നാലാം ദിവസം പിശാച് കയറാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടിടും. ഒന്ന് രോഗമായിരിക്കാം, അല്ലെങ്കിൽ അയൽവാസി വഴക്കിന്റെ രൂപത്തിൽ കയറി വരും. എന്തെങ്കിലും പ്രശ്നത്തിന്റെ രൂപത്തിൽ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് പിശാച് കയറിയിരിക്കും. കുഴപ്പമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ബൈബിൾ വായിക്കാൻ പറഞ്ഞിട്ട് അതിന് പ്രാർത്ഥിക്കണം. കുട്ടുമ്പേന്ന് എന്ത് ചെയ്യണം? അല്ലെ കുട്ടുമ്പേ ഇരിക്കാൻ പറ്റില്ല, കസേരയിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നോ? നിങ്ങൾ ഇന്ന് തിരിച്ചറിയേണ്ട കാര്യം, പ്രാർത്ഥനയിൽ ജയിക്കാൻ പറ്റിയാൽ, ബൈബിൾ വായനയിൽ ജയിക്കാൻ പറ്റിയാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. പിശാചിനെ നിങ്ങൾക്ക് ജയിക്കണോ? നിങ്ങൾ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരുപക്ഷെ മക്കൾ സഹകരിക്കത്തില്ല, വീട്ടിൽ മക്കളുണ്ട്, നിങ്ങളെ കൂടെ നിൽക്കത്തില്ല. കുഴപ്പമില്ല, നിങ്ങൾ ഒറ്റക്കാരൻ എന്ത് ചെയ്യണം? നിങ്ങൾ ജയിക്കണം. ഒരാള് ദൈവത്തിന് വേണ്ടി വീട്ടിന്റെ അത് നിൽക്കാറുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. മനസ്സിലായോ? മക്കൾ സഹകരിക്കും. പക്ഷെ നിങ്ങൾ ഒരാളെങ്കിലും വീട്ടിന്റെ അകത്ത് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും നിന്ന് ജയാളിയായി തീർന്നാൽ നിങ്ങളെ വീട് ജയാളിയാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. പ്രശ്നങ്ങളെ ഓർമ്മിച്ച് വിഷമിച്ച് കിടക്കരുത്. ചിലപ്പോൾ പ്രശ്നങ്ങൾ കാണും, അതിനെ ചിന്തിച്ച് വിഷമിച്ച് കിടക്കരുത്. സാമ്പത്തിക പ്രശ്നം കാണും, നാളെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ഭാരപ്പെടാതെ ബൈബിൾ എടുത്ത് വായിക്കുക. ബൈബിളിന്റെ വചനം പറയണം, എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്താണ് ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് ലേഖനം അവസാന ഭാഗമാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇന്ന് പകൽക്കാലം ഇവിടെ പറയാം, ഈ വചനമൊക്കെ എന്ത് ചെയ്യണം? പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ രോഗോട് പറയണം, യേശുവിന്റെ അടിപ്പിണരാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പറ, യേശുവിന്റെ അടിപ്പിണരാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് പിശാചിന്റെ പോരാട്ടമാണ്. പറയണം, പാമ്പുകളെയും തേളുകളെയും പിശാചിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഈ വചനം എന്ത് ചെയ്യണം? പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോ സാമ്പത്തിക വിഷയത്തിൽ വാക്യമുണ്ട്, അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. രോഗം വന്നാൽ പ്രാർത്ഥിക്കാൻ വചനമുണ്ട്, ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. പൈശാചിക ബന്ധനത്തിലാണോ? അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ വചനങ്ങൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ ജയാളിയായി തീർന്നാൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാം, നിങ്ങൾ പിശാചിനെ ജയിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പിശാചിനെ ജയിക്കുകയാണ്. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ബെഡ്റൂമിൽ നിങ്ങൾ ജയിച്ചാൽ ഈ ലോകത്തിൽ നിങ്ങൾ ജയാളിയാക്കി ദൈവം നിങ്ങളെ മാറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കാൻ നിങ്ങൾ ജയാളിയാണ്. ഈ ലോകത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ട് പറ്റത്തില്ല. ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ വേറെ വഴി നോക്കിക്കൊള്ളായിരുന്നോ? പക്ഷെ അവർക്കറിയാം, ഇല്ല, അവര് മനുഷ്യരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അവർ നിലവിളിച്ചപ്പോ അവരെ വീട്ടിന്റെ അകത്ത് ദൈവം ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഇനി ഞാൻ ചില ദിവസങ്ങളിൽ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങളുടെ അടുത്ത നിലവാരത്തിൽ കയറണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ദൈവം നമ്മുടെ വീട്ടിന്റെ അകത്ത് ഇറങ്ങി പറഞ്ഞു. ഞാനത് പറഞ്ഞു, ദൈവം ഇറങ്ങി പറഞ്ഞു. നിങ്ങൾ ദൈവത്തെ കാണണം. അടുത്ത് അടുത്ത ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. അടുത്ത് പറയുന്നു, നമ്മൾ ദൂതന്മാരെ കാണണം, ദൂതന്മാരോട് സംസാരിക്കണം, ദൈവത്തോട് സംസാരിക്കണം. അടുത്ത ദൈവത്തിന്റെ ദർശനങ്ങൾ നമ്മൾ കാണണം. ഹല്ലേലൂയ.
ഞാൻ പറയാം, ദൈവത്തിന് പറയണം, കർത്താവേ, എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നീ മുൻകൂട്ടി എന്നോട് പറയണം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ എനിക്ക് കാണിച്ചു തരണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടായാൽ, നിങ്ങളുടെ ദേശത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നീ എന്നെ അറിയിക്കണമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നാളെ നടക്കാൻ പോകുന്ന കാര്യം എനിക്ക് ഇന്ന് കാണുന്നേ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവം ഇന്ന് എന്ത് ചെയ്യും? ഒരു 3 കാര്യങ്ങളിൽ നാളെ നടക്കുന്ന ഇന്ന് രാത്രി ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ദൈവം കാണിച്ചു തരും. ഹല്ലേലൂയ. അതേ കാര്യം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? നടക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുക, നാളെ നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ കാണാം. മനസ്സിലായോ? നാളെ നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലാവുന്നോ? മക്കളെ വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത് ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരും, ദർശനത്തിൽ കാണിച്ചു തരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, എന്റെ യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ജയാളിയായി മാറണം. മനസ്സിലായി? നിങ്ങൾ ജയാളിയായി തീർന്നേ പറ്റത്തുള്ളൂ. ജയിക്കണ്ടേ? കടഭാരം മാറണ്ടേ? രോഗം മാറണ്ടേ? വീട്ടിലെ പ്രശ്നം മാറണ്ടേ? മാറണമെങ്കിൽ ബൈബിൾ വായനയിൽ ജയിക്കണം. പ്രാർത്ഥന കൊണ്ട് കരം കൊടുത്തത് ബൈബിൾ വായനയിൽ ജയിക്കണം, പ്രാർത്ഥനയിൽ ജയിക്കണം. എങ്കിൽ നിങ്ങൾ ജയിച്ചു. ഹല്ലേലൂയ. എങ്കിൽ നിങ്ങൾ ജയിച്ചു. ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തോറ്റു. അതും കൂടെ പറയാം. ബൈബിൾ വായിക്കാനും കരം കൊടുത്തു, പ്രാർത്ഥന കരം കൊടുത്തത് ബൈബിൾ വായിക്കാനും നടക്കാം, പ്രാർത്ഥിക്കാനും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തോറ്റു. മനസ്സിലായി? രണ്ടും മനസ്സിലായി? ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ജയിക്കണോ തോക്കണം? ജയിക്കണം. ജയിക്കണം എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. എല്ലാ പ്രശ്നങ്ങളും താനെ വിട്ടുപോകും. നിങ്ങൾ ഇങ്ങനെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങൾ ഡോക്ടറെ അടുക്കൽ പോകേണ്ടി വരത്തില്ല. ഡോക്ടറെ അടുക്കൽ പോകേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ഡോക്ടറെ അടുക്കൽ പോകേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ക്യാഷ് മെഡിക്കൽ സ്റ്റോറിൽ പോകില്ല. പലിശ കൊടുക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. അനാവശ്യമായിട്ട് ഒരിടത്തും പോകത്തില്ല. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങളെ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ജയാളിയാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്. ഈ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ജഗത്തേക്ക് ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാം നൽകിയിടും. ദൈവത്തേക്ക് ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാം നൽകിയിടും. പ്രാർത്ഥിക്കാൻ ആത്മാവിൽ ആരാധിക്കാൻ കർത്താവിൽ നല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ആത്മാവിൽ ആരാധിക്കാൻ കർത്താവിൽ നല്ലവൻ. വിടുതൽ വിടുതൽ യാചിപ്പീരെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പീരെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. കൊണ്ടുവരും തുറക്കും സ്വർഗ്ഗത്തിൽ കരവരം പ്രാപിക്കാം എത്രയോ. കൊണ്ടുവരും തുറക്കും സ്വർഗ്ഗത്തിൽ കരവരം പ്രാപിക്കാം എത്രയോ. പ്രാർത്ഥിക്കാൻ ആത്മാവിൽ ആരാധിക്കാൻ കർത്താവിൽ നല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ആത്മാവിൽ ആരാധിക്കാൻ കർത്താവിൽ നല്ലവൻ. വിടുതൽ പ്രാപിക്കാം, വിടുതൽ പ്രാപിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന പ്രാർത്ഥന
നീതിമാന്റെ പ്രാർത്ഥന തൊട്ടേയുള്ള പ്രാർത്ഥന പാലിക്കും ജോലിക്ക് സൗഖ്യമായി. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ നല്ലവൻ. വിടുതലൊന്നും ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവത്തേക്കിയാത്തായും സമാധാന സന്തോഷം താരമായി നടന്നിടും. ദൈവത്തേക്കിയാത്തായും സമാധാന സന്തോഷം താരമായി നടന്നിടും. ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇതിനാന്റെ പ്രാർത്ഥന തൊട്ടേയുള്ള പ്രാർത്ഥന പാലിക്കും ജോലിക്ക് സൗഖ്യമായി. ഇതിനാന്റെ പ്രാർത്ഥന തൊട്ടേയുള്ള പ്രാർത്ഥന പാലിക്കും ജോലിക്ക് സൗഖ്യമായി. പ്രാർത്ഥിക്കാം ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്ന് പ്രാർത്ഥിക്കാം, വിടുതൽ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ഇതിനാന്റെ പ്രാർത്ഥന തൊട്ടേയുള്ള പ്രാർത്ഥന പാലിക്കും ജോലിക്ക് സൗഖ്യമായി. 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 പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. വിടുതൽ എന്ന് പ്രാർത്ഥിക്കാം, വിടുതൽ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളെടുത്ത ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ ഭയങ്കര ജോലികൾക്ക് യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി മനസ്സിലാക്കുക ചെയ്യുകയാണ്. ആ ദൈവത്തിന്റെ ഭയങ്കര പദ്ധതി വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരങ്ങളെടുത്ത് നീ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന അത് ഫലിക്കും ജോലിക്ക് സൗഖ്യമായി. ഇത് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്ന്. ഓ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവ ശ്രദ്ധ വെച്ച് കേൾക്കാം. ദൈവത്തിന്റെ അടുക്കൽ ഇറങ്ങുക. ഇന്ന് പകലിക്കൽ നിലവിളിക്ക്, നിലവിളിക്ക്, നിലവിളിക്ക്. ശിഷ്യന്മാർ നിലവിളിച്ചത് പോലെ നിലവിളിക്ക്. യേശുവേ, ദാവീദിനെന്താ ഞങ്ങളുടെ കാരണക്കാരനേ എന്ന് പുരുഷന്മാർ നിലവിളിച്ചത് പോലെ ഇന്ന് പകലിക്കൽ നിലവിളിക്ക്. വെറും പ്രാർത്ഥനയല്ല, നിലവിളിക്കുക. നിലവിളിയുടെ പ്രാർത്ഥന നിന്റെ വീട്ടിൽ ഉയരട്ടെ. യേശുവേ, യേശുവേ, ഈ വിളിക്കുന്ന വീട്ടിലകത്ത് മടങ്ങട്ടെ. എന്റെ യേശുവേ, എന്റെ യേശുവേ എന്നൊരു വിളി നിങ്ങളെ ബെഡ്റൂമിനകത്ത് മടങ്ങട്ടെ. യേശുവേ, യേശുവേ എന്ന വിളി നിങ്ങളെ പ്രാർത്ഥന മുറിക്കകത്ത് മടങ്ങട്ടെ. ഇന്ന് മകളിക്കാരെ ദൈവത്തിന്റെ ഭയങ്കര ജോലിക്ക് ആദരിക്കാം. ദൈവത്തോട് നിലവിളിക്ക്, നിലവിളിക്ക്, നിലവിളിക്ക്. ഇന്ന് മകളിക്കാരെ ഇതിനകത്ത് ദൈവത്തിന്റെ കലകളിക്കുകയാണ്. ഇന്ന് വളരെ വലിയ ഭൂകമ്പം ഉണ്ടാകുകയാണ്, വലിയ ഭൂകമ്പം ഉണ്ടാകുകയാണ്. ദൈവയുടെ കലകളിക്കൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം നിറയുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നിറയുകയാണ്. ഓ, രാധ 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 രമ രംഗേ 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 രാധ രമ. ഓ, ജീസ ജീസ യേശു ജീസ ജീസ ജയ രാധ രമ രംഗേ 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 രാധ രമ. ദൈവത്തിന്റെ ഭയങ്കര മകത്വം
ദൈവത്തിന്റെ കരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശക്തി കരങ്ങളടിക്ക് ദൈവത്തെ സ്തുതിക്കുക. ഭയങ്കരമായ ദൈവമാണെന്ന് വെളിപ്പെടുത്തുകയാണ്. ഭയങ്കരമായ ദൈവമാണെന്ന് വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ജയം. ഓ രാജാ 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 വിഭവത്തിന്റെ കരങ്ങളടിക്കുക ദൈവത്തെ സ്തുതിക്കുക. ഭയങ്കരമായ ദൈവമാണെന്ന് വെളിപ്പെടുത്തുകയാണ്. കുട്ടികളെ അറിയണ പോലെ കിടക്കാൻ വയ്യാതെ ദൈവത്തിന്റെ ഭയങ്കര ജോലി തരികയാണ്. കരങ്ങളടിക്കുക സ്തുതിക്കുക. നീ പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന്റെ വചനം പറയുന്നു നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുടെ പ്രാർത്ഥന. ഇത് മകൻ നീ പ്രാർത്ഥിക്കുന്ന ദൈവം നോക്കിയിരിക്കുകയാണ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ജോലി. ഓ രാജാ 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 ദൈവത്തിന് ഭയങ്കര മഹത്വം. ഇത് മകൾക്കാലം സ്വർഗ്ഗം ഇറങ്ങിക്കൊണ്ട് നിലവിളിക്ക് നിലവിളിക്ക് പ്രാർത്ഥിക്കുക നിലവിളിക്ക് പ്രാർത്ഥിക്കുക നിലവിളിക്ക് പ്രാർത്ഥിക്കുക നിലവിളിക്ക് പ്രാർത്ഥിക്കുക നിലവിളി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ആ ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുക നാമത്തിൽ. ഓ രാജാ 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 പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നിലവിളിക്ക് മറുപടി ഉണ്ട്. ഇത് മകളെക്കാലം നിലവിളിക്ക് 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 പത്രോസ് പറയും പോലെ ഓ നിലവിളിക്ക് 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 അവർ അർപ്പിച്ചത് നിലവിളിക്കുമ്പോൾ തന്നെ ദൈവം ഇറങ്ങിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ട് നിലവിളിക്ക് നിലവിളിക്ക് പ്രാർത്ഥിക്ക്. ഓ ഭയങ്കര ജോലി ബാധന കഥകൾ തുടങ്ങുകയാണ്. തുടർന്ന് നിലവിളിക്ക് 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 നിലവിളിച്ചാൽ ആരോടെ ഉണ്ടാ പ്രാർത്ഥിച്ചാൽ ആരോടെ ഉണ്ടാ. നിങ്ങളുടെ കണ്ണിന് വെറുതെയല്ല, നിങ്ങളുടെ പ്രാർത്ഥന വെറുതെയല്ല. ഇത് മക്കളെക്കാൾ അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഓ രാജാ 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 ദൈവത്തിന് ഭയങ്കര മകത്ത് ബോധന വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ജോലി വെളിപ്പെടുകയാണ്. ഇത് മകൾക്കാലം സ്വർഗ്ഗത്തിൽ ഇറങ്ങിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ എല്ലാ കുറ്റവും അടങ്ങി എല്ലാ നാഗന്മാരുടെ ദേശീയ മാത്രം കണ്ടാവ് ആ ദൈവത്തിന് ഭയങ്കര ജോലി ഇത് മകൾക്കാലം വെളിപ്പെടുകയാണ്. 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 ദൈവത്തിന് ഭയങ്കര ജോലി വെളിപ്പെടുകയാണ്. പാതന് സ്വർഗ്ഗത്തിൽ ഇറങ്ങിക്കൊണ്ട് പാതന് യേശുവിൽ ഇറങ്ങിക്കൊണ്ട് ആ ദൈവത്തിന് ഭയങ്കര മകത്ത് ഇത് മകൾക്കാലം ധരിക്കുന്നു. രമാ രംഗേ 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 രമാ രമാ രംഗേ 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 പാതന്. ഓ
Rita, Radha, 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 Rama, Reke, Reke, Reke. നിലവിളിക്ക് യേശുവേ. യേശുവേ, ഇമാനമേ, ദൈവത്തിന്റെ ഭയങ്കര മഹത്വം. ഇത് കാണിക്കാതെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിൽക്കുക. DJ, 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 Rita, Radha, 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 Rama. വിളിക്ക് യേശുവേ, വിളിക്ക് യേശുവേ, വിളിക്ക് യേശുവേ, വിളിക്ക് യേശുവേ, വിളിക്ക് യേശുവേ, വിളിക്ക് ഫാദർ യേശുവേ, വിളിക്ക് ഇത് മക്കൾക്ക് യേശുവേ, വിളിക്ക് യേശുവേ. യേശുവപ്പാ, യേശുവപ്പാ, യേശുവേ, യേശുവേ, യേശുവപ്പാ. ദൈവത്തിന്റെ ഭയങ്കര മതത്തോടെ ചെല്ലുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് നിലവിളിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിലവിളിയുടെ ശബ്ദം ഉയരണം. നിങ്ങൾ ഇവിടെ നിന്ന് യേശുവേ എന്ന് വിളിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഈ നിലവിളി ഉയരണം. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഈ നിലവിളി ഉയരണം. നിങ്ങളുടെ നിലവിളി വീട്ടിന്റെ അകത്ത് 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 ഉയരണം. ഇന്ന് പകൽക്കാല ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഈ നിലവിളി ഉയരണം. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിലവിളി ഉയരണം. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിലവിളി ഉയരണം. ഓ റമ ഷകേ രഗേ നദ വിഭാഗം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിലവിളി ഉയരണം. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഈ പ്രാർത്ഥന ഉയരണം. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ ഇവിടെ നിന്ന് നിലവിളിക്കുന്നത് പോലെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പോലെ വീട്ടിന്റെ അകത്ത് ഈ നിലവിളി ഉയരണം. ഈ പ്രാർത്ഥന ഉയരണം. ഉയർന്ന നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് യേശു ഇറങ്ങി വരാം. യേശു ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിന്റെ ഭയങ്കര മകത്തെ ഫാദർ വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗത്തോട് ഇറങ്ങി നിൽപ്പുണ്ട്. റവാ ഷകേ രഗേ നദ. ഇത് പകൽക്കാലം യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചലിക്കുന്നു. ഫാദർ സ്വർഗ്ഗത്തോട് ഇറങ്ങി നിൽപ്പുണ്ട്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അതിശയങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഫാദർ നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ഫാദർ സ്വർഗ്ഗം തൊടുകയാണ്. എല്ലാ നടുവേദനകൾ പൊട്ടി മാറുകയാണ്. എല്ലാ നടുവിന്റെ കെട്ടെല്ലാം പൊട്ടി മാറി. ശക്തിയുടെ ഭയങ്കര സൗഖ്യങ്ങൾ നടക്കുകയാണ്. എല്ലാ നടുവേദനകൾ പൊട്ടി മാറി. വയറില്ലാത്ത വേദനകൾ പൊട്ടി മാറുന്നു. കൈയുടെ ഷോൾഡർ വേദന എല്ലാം പൊട്ടി മാറുകയാണ്. ഹല്ലേലൂയ. തല ഒരു സൈഡിൽ എല്ലാ വേദനകളും മാറുകയാണ്. ചെവിയുടെ വേദന എല്ലാം മാറുകയാണ്. അങ്ങനെയുള്ളവരെല്ലാം കരവെടുത്തി പിടിച്ചു. ഹല്ലേലൂയ. ഫാദറെ എല്ലാ രോഗങ്ങളും അഴിഞ്ഞു മാറുകയാണ്. ഫാദറെ കർത്താവേ ഇപ്പൊ തുടങ്ങും. ഷോൾഡറിന്റെ പ്രശ്നങ്ങൾ മാറട്ടെ. കൈയുടെ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. വിവാദന എല്ലാ രോഗങ്ങളും ചെവിയുടെ ബുദ്ധിമുട്ട് മാറട്ടെ. തലവേദനകൾ മാറട്ടെ. എല്ലാ പ്രശ്നം എന്തൊക്കെ രോഗങ്ങൾ ഇവിടെ ശരീരത്തിൽ വിവാദന എല്ലാ സൗഖ്യമായി കൽപ്പിക്കും. വിവാദനെല്ലാം സൗഖ്യമാവട്ടെ. സൗഖ്യമാവട്ടെ. വിവാദന യേശുവിന്റെ അടിപ്പിടരാ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിടരാ സൗഖ്യം വന്നിരിക്കുന്നു. ഷുഗറുകൾ നോർമൽ ആവട്ടെ. ബിപികൾ നോർമൽ ആവട്ടെ. വിവാദനെല്ലാം നെറ്റിയാലും വിഷമാറാൻ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വിവാദന വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. വിവാദന വിടുതൽ വ്യാപരിക്കട്ടെ. വിവാദന എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. തളർച്ചകൾ മാറട്ടെ. വെപ്രാളങ്ങൾ മാറട്ടെ. എല്ലാ ബുദ്ധിമുട്ടും വിട്ടുമാറട്ടെ. ഇന്ന് മകൾക്ക് തലവേദനകൾ വിട്ടുമാറട്ടെ. വയറിലെ മഴകൾ അപ്രത്യക്ഷമാകട്ടെ. വയറിലെ ഒളിച്ചുള്ള വേദനകളെല്ലാം വിട്ടുമാറട്ടെ. വിവാദന ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ. നടുകളെല്ലാം വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വിവാദനെ എവിടെ വ്യാപരിച്ചതിനായി നന്ദി. ഹൃദയത്തിൽ തൊട്ട് സൗഖ്യമാക്കിയത് യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവൻ അനുഗ്രഹമായി മാറട്ടെ. ഇവൻ അത്ഭുതമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവിന്റെ അത്ഭുത കരോട് വ്യാപരിച്ചത്. കർത്താവേ കർത്താവിന്റെ വചനം പറയുന്നു, നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന അത് രോഗിക്ക് സൗഖ്യമായി ഫലിക്കും. കർത്താവ് അതേപോലെ ഇവരെ പ്രാർത്ഥനയ്ക്ക് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്ന സ്തോത്രം. കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി ചാച്ച് കേൾക്കാൻ പോകുന്നത് നന്ദി. ഇവർക്ക് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നത് യേശുവിൻ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതക്കാരം ഇപ്പോൾ തന്നെ അവർക്ക് വെളിപ്പെട്ടത് യേശുവിൻ നാമത്തിൽ പിതാവേ. കർത്താവ് യേശുവിന്റെ കൃപയും പരിശുദ്ധാന്റെ സംസർഗം കൂട്ടായി ഇതുമെല്ലാം നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഇത്രത്തോളം ഞാൻ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ നന്ദി. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.